ഷെഡ്യൂളേഴ്സ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോബ് എന്ന് പറയുന്നത് ജോബ് പൂളിലായിരിക്കും ഉണ്ടാവുക. അതായത് ജോബ് പൂള് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിലെ ഒരു ഏരിയ ആണ്. ജോബ് പൂളിൽ ഒരു ക്യൂ ഉണ്ട്, ജോബ് ക്യൂ. അപ്പം ഈ ജോബ്സൊക്കെ എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ് മെമ്മറിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒ എസിന് എന്ത് ചെയ്യണം, അതിൽ സെലക്ട് ചെയ്യണം, അതിൽ ഏത് പ്രോസസ്സാണ്, ഏത് ജോബാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒ എസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് ഷെഡ്യൂളറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ഷെഡ്യൂളർ ആൻഡ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ലോങ് ടേം ഷെഡ്യൂളറിനെയാണ് ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഷെഡ്യൂളർ എന്നുകൂടി പറയും. ലോങ് ടേം ഷെഡ്യൂളർ ജോബ് പൂളിൽ നിന്നും ജോബ് സെലക്ട് ചെയ്യും. അതായത് ഹാർഡ് ഡിസ്കിൽ നിന്ന് ജോബ് സെലക്ട് ചെയ്തതിന് ശേഷം മെയിൻ മെമ്മറി, അതായത് റാമിലേക്ക് ലോഡ് ചെയ്യും ഫോർ എക്സിക്യൂഷൻ. ഇതാണ് ലോങ് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത് CPU ഷെഡ്യൂളറാണ്. അതായത് മെയിൻ മെമ്മറി റാമിൽ നിന്ന് ആ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്തിട്ട് CPUവിന് അലോക്കേറ്റ് ചെയ്യും ഫോർ എക്സിക്യൂട്ടിങ് ദി ജോബ്. ഇതാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ ഓർ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ട് ഷെഡ്യൂളറിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എക്സിക്യൂഷനാണ്. അതായത് എല്ലാ ടൈമും വർക്ക് ചെയ്യുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളറായിരിക്കും, CPU ഷെഡ്യൂളറായിരിക്കും. അതുകൊണ്ട് തന്നെ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് ഫ്രീക്വൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPU ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യുന്നത് ആ പ്രോസസ്സിന് എന്തുണ്ടാവും, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഉണ്ടാവും. സോ എന്ത് ചെയ്യണം, CPU അടുത്ത പ്രോസസ്സ് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ CPU ഷെഡ്യൂളറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. ലോങ് ടേം ഷെഡ്യൂളർ എന്ത് ചെയ്യും, കൺട്രോൾസ് ദി ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. അതായത് നമ്പർ ഓഫ് പ്രോസസ്സസ് ഇൻ മെമ്മറി. നമ്പർ ഓഫ് പ്രോസസ്സസ് ഇൻ മെമ്മറി എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിരിക്കും. അതായത് ആ ഒരു ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യും ലോങ് ടേം ഷെഡ്യൂളർ. ഇനി മൂന്നാമത്തെയാണ് മീഡിയം ടേം ഷെഡ്യൂളർ. യുനിക്സിലെ മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത് എന്നുള്ളതാണുള്ളത്. യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് മീഡിയം ടേം ഷെഡ്യൂളർ. അവിടെ ലോങ് ടേം ഷെഡ്യൂളർ ഇല്ല. മീഡിയം ടേം ഷെഡ്യൂളർ സ്വാപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഇത് സ്വാപ്പ് ഇൻ അതേപോലെ സ്വാപ്പ് ഔട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് മീഡിയം ടേം ഷെഡ്യൂളറാണ്. നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഷെഡ്യൂളർ. IO ഷെഡ്യൂളർ എന്ന് പറയുന്നത് ഡിസൈഡ്സ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് IO റിക്വസ്റ്റ്.